ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകൾ, ചില ആരോപണ പ്രത്യാരോപണ പരിപാടികൾ, പിന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് എഴുത്തുകാരിയായ KR മീര നടത്തിയ ചില പ്രസ്താവനകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ചർച്ചകളും KR മീരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. KR മീര എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് അതിന് കിട്ടുക. ഒന്ന്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു പരാമർശമാണ്. അതായത് ഈ ഗാന്ധിജിയെ വധിച്ചയാൾ ഗോഡ്സെ, അദ്ദേഹത്തിൻ്റെ ഒരു ദിനാചരണം ഹിന്ദു മഹാസഭ ആഘോഷിക്കാറുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഇല്ലാതാക്കും, ഇത് അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു അർത്ഥം ധ്വനിപ്പിക്കുന്ന രീതിയിൽ ഗാന്ധിജിയെ വിസ്മൃതിയിലേക്ക് നമ്മൾ പറഞ്ഞുവിടും എന്ന് പറയുന്ന രീതിയിലൊരു ഡയലോഗ് അതിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പത്ര കട്ടിങ് പോസ്റ്റ് ചെയ്തിട്ട് അതിനോടൊപ്പം KR മീര പറഞ്ഞ ഒരു ചെറിയ സെൻറ്റൻസ് ഇങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. 75 വർഷമായി കോൺഗ്രസ് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെയാണ് ഹിന്ദു മഹാസഭ എന്നുള്ളതാണ് അവരുദ്ദേശിച്ചത്. അതായത് ഗാന്ധിജിയെ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വിസ്മരിക്കുന്ന തരത്തിൽ കഴിഞ്ഞ 75 വർഷമായിട്ട് കോൺഗ്രസ് പല പ്രവർത്തനങ്ങളും നടത്തി വരുന്നു. എന്നിട്ടും ഗാന്ധിജി ഇവിടുന്ന് മാഞ്ഞു പോയിട്ടില്ല, പിന്നെയാണോ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് അതിനുള്ളത്. അറ്റ്ലീസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതിനെ തുടർന്ന് എഴുത്തുകാരൻ കൂടിയായ ബെന്യാമിൻ പ്രതികരിക്കുകയുണ്ടായി. എനിക്ക് ബെന്യാമിൻ പ്രതികരിച്ചതും അതിനുശേഷം KR മീര തിരിച്ച് പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും അതിനുശേഷം ബെന്യാമിൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ആ ഒരു സംഭവമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്, താനൊന്നും പറയണ്ട, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്, തനിക്ക് സ്ഥാനങ്ങളും അവാർഡും ഒക്കെ വേണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ. ഇവർ ഉപയോഗിക്കുന്ന ഭാഷ നല്ലതായതുകൊണ്ട് വായിക്കാനൊക്കെ ഒരു രസം തോന്നുമെങ്കിലും അൾട്ടിമേറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആരോപണങ്ങൾ പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഇത്രയധികം ബഹുമാനിക്കപ്പെടുന്ന എഴുത്തുകാർ ഏർപ്പെടേണ്ടിയിരുന്ന ഒരു വഴക്കായിരുന്നില്ല അതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്ത കാര്യം, ഗ്രീഷ്മ ഷാരോൺ കേസുമായി കണക്ട് ചെയ്യുന്ന KR മീരയുടെ ഒരു പരാമർശമാണ്. അതായത് ഒരു സാഹിത്യ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കഷായമൊക്കെ കൊടുത്തെന്നിരിക്കും എന്ന് പറയുന്ന പോലെ വളരെ ലാഘവത്തോടുകൂടി ആ വിഷയത്തെ അവതരിപ്പിക്കുന്നു. അതായത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് കഷായമൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രീഷ്മ ഷാരോണിനെ എത്ര ക്രൂരമായാണ് മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും ആ മരണത്തിലേക്കുള്ള അയാളുടെ യാത്രയെ എത്ര ക്രൂരമാക്കാമോ അത്രയും ക്രൂരമാക്കിയതിന് ശേഷമാണ് അയാളെ മരിക്കാൻ അനുവദിച്ചത് എന്നൊക്കെ പറയുന്നത് വളരെ പൈശാചികമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വധശിക്ഷ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില അഭിപ്രായങ്ങൾ എനിക്കുണ്ടെങ്കിലും അവർ 100% ശിക്ഷിക്കപ്പെടേണ്ട ആളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനിപ്പോൾ എന്ത് കാരണങ്ങൾ നിരത്തിയിട്ടാണെങ്കിൽ. അപ്പോൾ അത്രയും പൈശാചികമായ ഒരു പ്രവൃത്തിയെ അവളെ അങ്ങ് ഫ്രീ ആയിട്ട് പോകാൻ അനുവദിച്ചില്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന തരത്തിൽ, എന്നുള്ള അർത്ഥം ധ്വനിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നുള്ളതാണ്. ഞാനും ആ ഒരു സിംഗിൾ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതായത് KR മീരയെ പോലെ അവരുടെ അധികം ഒന്നും എഴുത്തുകൾ ഇപ്പോൾ ഒരുപാട് കൊട്ടിഘോഷിച്ചിട്ടുള്ള ആരാച്ചാർ ഞാൻ മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല. ഒരു 3 പേജിനപ്പുറം എനിക്ക് ആ പുസ്തകം താണ്ടാൻ പറ്റുന്നില്ല. പക്ഷേ അവരുടെ ഈ കുഞ്ഞു കുഞ്ഞു എഴുത്തുകൾ വായിച്ചിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ അവർ എഴുതുന്ന ആ വാചകങ്ങളുടെ ഒരു അതിലുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ജീവനുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് അവർ പറഞ്ഞത് എന്നുള്ള തോന്നലുണ്ടായിരുന്നു. അതിനുശേഷം ഈ കേരളത്തിലെ പുരുഷന്മാരുടെ എല്ലാവരുടെയും അഡ്വക്കേറ്റ് ഞാനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശൈശവദശയിൽ പോലും എത്തിയിട്ടില്ലാത്ത ഒരു അസോസിയേഷനെ മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടി വ്യഗ്രത കൊള്ളുകയൊക്കെ ചെയ്യുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പരിതാപകരം എന്നാണ് എനിക്ക് ആ റെസ്പോൺസിനോട് പറയാൻ തോന്നിയത്. കാരണം ബോബി ചെമ്മണ്ണൂർ നടത്തിയ ആവർത്തിച്ച് നടത്തിയ ചില പരാമർശങ്ങളെ അതൊക്കെ അങ്ങ് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് നാട് നീളെ ഓടി നടന്ന് ചോദിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വർ പറയുന്നു ഇത് അക്ഷന്തവ്യമായ ഒരു തെറ്റാണെന്ന്. ഒരാൾ ഒരു സ്ത്രീ ശരീരത്തെക്കുറിച്ച് ഏറ്റവും മോശമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ സാരമില്ല, നമുക്ക് ഒറ്റ വാക്കിനെ അങ്ങ് ക്ഷമിച്ചു വിടാവുന്നതേ ഉള്ളൂ എന്നൊരു ധ്വനി ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ പോയിട്ട് ഇവിടെ വരുമ്പോൾ ആണുങ്ങൾ ഈ ഗ്രീഷ്മ ഷാരോൺ കേസിലുള്ള സെൻറ്റിമെൻറ്റ്സിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് ഇത്തരം പല പോസ്റ്റുകൾക്കും ഉള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. KR മീരയുടെ ഈ പ്രസ്താവനയോട് എനിക്ക് യോജിക്കാനാവില്ല, അല്ലെങ്കിൽ ആ പ്രസ്താവനയെ അതുമായി ബന്ധപ്പെട്ട് ആ സിറ്റുവേഷനിൽ അവരുടെ എക്സ്പ്രഷൻസിനും എല്ലാം കൂടി ചേർത്തിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ആ എൻറ്റയർ കോൺവെർസേഷൻ നമ്മൾ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഇരിക്കുന്നു, നടുക്ക് KR മീര ഇരിക്കുന്നു. ആ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ആളുകൾ ഇരിപ്പുണ്ട്, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇരിപ്പുണ്ട്. ഇവരുടെയൊക്കെ ഈ കോൺവെർസേഷനും ചോദ്യങ്ങളും അതിൻ്റെ പാറ്റേണും ഈ KR മീര എന്ന് പറയുന്ന എഴുത്തുകാരിയെ ഈ ഒപ്പം ഇരുന്ന 2 ചെറുപ്പക്കാരായ ആളുകൾ എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്നുള്ളതും നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ KR മീരയോട് ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ ആ ഡിസ്കഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഇരുവശത്തും ഇരുന്ന ആൾക്കാരിൽ ആൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജ്, ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുള്ള കോൺഫിഡൻസ്, ഈവൻ ചോദ്യങ്ങൾ മുഴുവിപ്പിക്കാൻ വരെയുള്ള കോൺഫിഡൻസ്, അത് വളരെ അപകടകരം എന്ന് ഞാൻ പറയില്ല, പക്ഷേ പ്രശ്നമാണത്. കാരണം നമ്മൾ ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകളുടെ എല്ലാത്തരം ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപാട് ഉണ്ടാവുകയും ഒത്തിരി
ഉറച്ച ശബ്ദത്തോടെ സ്ത്രീകൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത്തരം ചർച്ചകൾ ഉണ്ടാവുന്നിടത്ത് പുരുഷൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ആ എൻ്റെ കോൺവെർസേഷൻ നോക്കുമ്പോൾ KR മീരയുടെ ഒപ്പം വരുന്ന ആ പെൺകുട്ടി വളരെ വാലിഡ് ആയിട്ടുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന ചോദ്യങ്ങളിലേക്ക് ഉരുത്തിരിഞ്ഞ് വരികയും അതുമായി ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തുമ്പോഴും ഇപ്പുറത്തെ സൈഡിൽ ചോദ്യങ്ങൾ മുഴുവിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ KR മീര എന്തെങ്കിലും പറയും, പെട്ടെന്ന് അതിൽ നിന്ന് സ്റ്റക്കാവും, തോൽവി സംബന്ധിച്ച ഒരാളെ പോലെ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അതായത് ഈ കോൺവെർസേഷനിൽ ഞാനൊരു ലിസണർ മാത്രമാണ്, എനിക്കിതിൽ ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിലിരിക്കുന്ന ഒരാളെയാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ആക്ച്വലി സ്ത്രീ എത്രത്തോളം ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ എന്ന് പറയുന്ന പുരുഷനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, സ്ത്രീകൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന തുറന്ന ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെ പുരുഷനും ഉറച്ച് തന്നെ സംസാരിക്കണം. അങ്ങനെയാണ് അവിടെ ചർച്ചകൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൾ വന്നിരുന്ന് ഒരു ജെൻഡർ, അവരുൾപ്പെടുന്ന ജെൻഡർ, അതിൻ്റെ അവകാശങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എഗ്രി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് റെസ്പെക്റ്റ്ഫുള്ളി അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഗ്രീഷ്മ ഷാരുൺ കേസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു ചിരി അവിടെ ഉണ്ടാകുമ്പോൾ, മാം നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിനെ ഞാൻ എല്ലാ ബഹുമാനത്തോടെ കാണുമ്പോഴും എനിക്കിവിടെ ഒരു വിയോജിപ്പുണ്ട്. ഇത്തരമൊരു കേസിനെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചിട്ടുള്ള, അവിടെ ഉണ്ടായിട്ടുള്ള വിക്ടിം എന്ന് പറയുന്നത് ഷാരോണാണ്. അവിടെ ഗ്രീഷ്മ വിക്ടിം അല്ല, ഷാരോണാണ് അവിടുത്തെ വിക്ടിം. അപ്പോൾ ആ വിക്ടിമിനെ അയാൾ കാരണമാണ് അയാൾ മരണമരുന്ന് വാങ്ങിയത് എന്ന് പറയുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, എനിക്കതിനോട് യോജിക്കാനാവില്ല എന്ന് റെസ്പെക്റ്റ്ഫുള്ളി വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയല്ല കേട്ടോ, അവിടെ ഇരുന്ന ആൺകുട്ടി അവൻ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിവില്ലാത്തവനാണ് എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്തരമൊരു ബോഡി ലാംഗ്വേജിൽ അങ്ങനെ പറയുന്നതിനെ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്ന് കൊടുക്കുന്നത് അപകടകരമാണ് എന്നുള്ളതാണ്. കാരണം ഈ പാട്രിയാർക്കിയെ എതിർക്കുക, അല്ലെങ്കിൽ പുരുഷൻ്റെ സർവാധികാരം കാരണം അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾ ശബ്ദമുയർത്തുമ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് പുരുഷനെ അടിച്ചമർത്തുക എന്നുള്ളതല്ല, പരിപൂർണ്ണ ബഹുമാനത്തോടു കൂടി പരസ്പരം സംസാരിക്കുക എന്നുള്ളതാണ്. അതവിടെ സംഭവിച്ചിട്ടില്ല എന്നെനിക്ക് ഫീൽ ചെയ്തു. രണ്ടാമത്തെ കാര്യം, കുറേ കാലമായിട്ടുള്ള നമ്മുടെ ഒരു ട്രെൻഡ് തന്നെയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആരാധ്യ പുരുഷനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ആരാധ്യ സ്ത്രീയെ കണ്ടെത്തുക. അവർ പറയുന്നത് അയ്യോ നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ എന്ന് പറയുന്ന രീതിയിൽ പരിപൂർണമായി നമ്മുടെ ബുദ്ധിയെ അടിയറവ് വെച്ചുകൊണ്ട് അവർ പറയുന്നതിനെ അംഗീകരിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ മാഡത്തിൻ്റെയൊക്കെ ഞങ്ങൾ, അല്ലെങ്കിൽ ചേച്ചിയുടെയൊക്കെ ഞങ്ങൾ എന്ന് പറയുന്ന പോലെ പരിപൂർണമായി അതിനെ അംഗീകരിക്കുകയാണ്. അവരെ എതിർക്കാനുള്ളൊരു ധൈര്യം എവിടെയും ആരുടെയും സംസാരത്തിൽ ഇല്ലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല അവിടെ മുഴുവൻ നിഴലിച്ചിരുന്നൊരു ഭാവം എന്ന് പറയുന്നത് KR മീര എന്ന് പറയുന്നത് ഒരു ചേച്ചിയാണ്. ഒരുപാട് അറിവുകളുള്ള, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, നമ്മളെല്ലാവരും പിന്തുടരേണ്ട ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയോട് നമ്മൾ ഇങ്ങനെ ബഹുമാനത്തിലിരിക്കണം, ഇങ്ങനെ സ്നേഹിച്ചിരിക്കണം. മാത്രമല്ല അവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിലും നിങ്ങളൊക്കെ കുട്ടികൾ, നിങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ പ്രായമുള്ള അങ്ങനെ ഒരു കോൺവെർസേഷൻ മെത്തേഡൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു പേരൻ്റൽ സ്റ്റേറ്റ് ഒരാൾക്ക് കൊടുക്കുക, നമ്മൾ അവരുടെ അനുസരണയുള്ള കുഞ്ഞാടുകളെ പോലെ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു ആരോഗ്യകരമായ ചർച്ച ഉണ്ടാക്കുന്നതല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിൽ ഒരുപാട് സ്വീകാര്യമായി എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങൾ KR മീരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം നൽകുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു അബ്സല്യൂട്ട് ട്രൂത്താണ്. സ്നേഹം തരുന്ന സ്വാതന്ത്ര്യങ്ങളെയാണ് അംഗീകരിക്കേണ്ടത് എന്ന് പറയുന്നതിനേക്കാൾ സ്വാതന്ത്ര്യം തരുന്ന സ്നേഹങ്ങളെയാണ്, ബന്ധങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു ബന്ധം നൽകുന്ന സ്വാതന്ത്ര്യത്തിനെ നിങ്ങൾ അംഗീകരിച്ച് അതിൽ ഒതുങ്ങുകയാണോ ചെയ്യുന്നത്? അതോ സ്വാതന്ത്ര്യം നിങ്ങൾ എന്താണ്, ഇതെല്ലാം പേഴ്സണൽ പ്രിഫറൻസ് ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്രീഡം നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്നുണ്ടോ? അതുകൂടി തരുന്ന ബന്ധങ്ങളെയാണോ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നൊരു ചോദ്യം അവിടെയുണ്ട്. മറ്റൊരു ചർച്ച, ഈ പ്രണയത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടി ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നെങ്കിൽ, അതായത് അവിഹിതം എന്ന ടാഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ചില ബന്ധങ്ങളെക്കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്ന് KR മീരയുടെ ഒക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞ് അവർ പറയുന്നത് ഇങ്ങനെയാണ്, പണ്ട് ഒരു കാമുകനെ മാത്രം ഓർക്കുക, അല്ലെങ്കിൽ ഭർത്താവിനെ മാത്രം ഓർക്കുക, അയാളുടെ താലി മാത്രം സ്നേഹിക്കുക, അയാൾ പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ മാത്രം അനുഭവിക്കുക, അവർ പറയുന്നത് പോലെ മാത്രം ജീവിക്കുക, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെയും എൻജോയ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവിഹിതമായ ആനന്ദങ്ങളുള്ള മനുഷ്യർ ഒളിച്ചും പതുങ്ങിയും ചതിച്ചുമൊക്കെ വേണമായിരുന്നു ആ ആനന്ദങ്ങൾ കണ്ടെത്താൻ. എന്ന് വെച്ചാൽ ഒരു വിവാഹബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമായിരിക്കാം, അവിടെ അവർക്ക് മറ്റൊരു ഇഷ്ടത്തെ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അതിനെ ഒളിച്ചും ചതിച്ചും പറഞ്ഞു പറ്റിച്ചും ഒക്കെ വേണമായിരുന്നു ആനന്ദം കണ്ടെത്താൻ. അതിൽ നീറി ദഹിച്ചു പോയ ഒരുപാട് കാമുകന്മാരുണ്ട്. എനിക്ക് അവരെ ആലോചിക്കുമ്പോൾ കുറ്റബോധമുണ്ട്, സഹതാപമുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരോടൊപ്പം ജീവിച്ച സ്ത്രീ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ വില അവരറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നൊരു വ്യക്തി
ബി എന്ന് പറയുന്ന വ്യക്തിയുമായി ഒരു ബന്ധത്തിലേർപ്പെടുന്നു. അവർ തമ്മിൽ ചിലപ്പോൾ വിവാഹമായിരിക്കാം, പ്രണയമായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി അവരൊരു സ്ത്രീയാണ്, അവർക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തിയെ ചതിക്കുന്നത് പോലെയാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നൊരു കോൺട്രാക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ അതിരുകളില്ലാത്ത സ്നേഹം അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോഴും ഓരോ ബന്ധത്തിലും ഓരോ ആളുകൾക്കും ഓരോ പ്രിഫറൻസുകളുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ വളർന്നു വന്നിട്ടുള്ള സാഹചര്യവും എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും ഒക്കെ ചേർന്നുകൊണ്ട് ബന്ധങ്ങളെ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന രീതി, കാര്യങ്ങളെ ഞാൻ നോക്കിക്കാണുന്ന രീതി, ഇതൊക്കെ ഒരു രീതിയിലാണ് രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ള ആളും. ഇത് രണ്ടുപേരും പരസ്പരം സമ്മതിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇതിൽ എന്തൊക്കെ നമുക്ക് പിന്തുടരാൻ പറ്റും, ഇത് പിന്തുടരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ബന്ധം നമുക്ക് ഈ രീതിയിൽ പോകണ്ട എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തതിന് അന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ആലോചിക്കാനുള്ള സംഭവമൊന്നുമില്ല. വീട്ടുകാരൊരു പെണ്ണിനെയും ചെക്കനെയും തമ്മിൽ അങ്ങ് കെട്ടിച്ചു വിടുകയാണ്. പക്ഷെ അപ്പോൾ പോലും എ എന്ന് പറയുന്ന വ്യക്തിയെ വഞ്ചിച്ച് തന്നെയാണ് ബി അവരുടെ സ്വാതന്ത്ര്യങ്ങൾ കണ്ടെത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. അതിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ള ആ സന്തോഷവും സുഖമൊന്നും എ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടാത്തതിൽ കുറ്റബോധമുണ്ട് എന്ന് പറയുമ്പോൾ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു മൾട്ടി പാർട്ട്നേർഡ് അതാണോ? അതിനെ കുറച്ചും കൂടി വിശദമായി സംസാരിക്കാമോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുക, അതിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഡിസ്കഷൻസിലേക്കൊന്നും അത് പോയില്ല. നമ്മുടെ നാട്ടിൽ ഇന്നും ഒരുപാട് ധാരണകൾ, അതിനെ തെറ്റെന്നോ ശരിയെന്നോ അതൊക്കെ ചർച്ചയിലൂടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഓരോ വ്യക്തികളും ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിക്കനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ അതിന് ഏത് രീതിയിലാണ് KR മീര എന്ന എഴുത്തുകാരി നോക്കി കാണുന്നത് എന്നുള്ളതിൻ്റെ പുറത്തുള്ളൊരു ചർച്ചയോ അതിൻ്റെ അടുത്ത ലെവലിലേക്കുള്ളൊരു ചോദ്യമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്തല്ല പ്രേമം എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. എന്താണ് പ്രേമം എന്ന് മനസ്സിലാക്കി തരാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നവർ പറയുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ട കണ്ടറിഞ്ഞ പ്രേമമൊന്നും പ്രേമമല്ലേ, അതൊന്നും സ്നേഹമല്ലേ എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നൊരു വലിയ ചോദ്യം ഉണ്ടല്ലോ. രണ്ടുപേർ അവരുടെ അവസാന കാലം വരെയും പരസ്പരം സ്നേഹിച്ച് നമ്മൾ ഇരുവരും സന്തുഷ്ടരാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യോ അവരെന്തൊരു കപ്പിളാണല്ലേ, മരണം വരെ അവർ പരസ്പരം പ്രേമിക്കുകയായിരുന്നു. അപ്പോൾ അത് പ്രേമമായിരുന്നില്ലേ? എന്തല്ല പ്രേമം എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്താണ് പ്രേമം എന്ന് ആരും മനസ്സിലാക്കി തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡെഫിനേഷനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രണയത്തിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഇതല്ലേ അവിടുത്തെ പോയിന്റ്. എനിക്കൊരാളോടൊരു ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം അതുപോലെ തിരിച്ചു തരാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഇരുവരും എല്ലാ കാലത്തും ഒരുമിച്ച് ജീവിക്കാം എന്ന് തീരുമാനിച്ചവരാണ്. അയാളുടെ ഇഷ്ടങ്ങളെ ഒന്നൊന്നായി മനസ്സിലാക്കുമ്പോഴും എൻ്റെ ഇഷ്ടങ്ങളെ അയാൾ മനസ്സിലാക്കുമ്പോഴും ഞങ്ങൾ പരസ്പരം ഒരു ചെയിൻ വെച്ച് കണക്ട് ചെയ്ത് ഇങ്ങനെ ബലം പിടിച്ച് ഒരു ദുരന്ത ജീവിതമല്ല നയിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളപ്പോൾ അതല്ലേ ഞങ്ങളുടെ പ്രണയം. ആ പ്രണയം ഒരുപക്ഷെ KR മീരയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. അഥവാ എന്താണ് പ്രേമം എന്നാർക്കും മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിനേക്കാൾ എന്താണ് പ്രേമം എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന സെൻറ്റൻസ് അല്ലേ അവിടെ വരേണ്ടത്. ഇത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. ഇത് KR മീര പറഞ്ഞ ഒരു സെൻറ്റൻസിന് തിരിച്ചൊരു ആർഗ്യുമെൻറ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ എന്ന് പറയുന്നൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇതിലും നല്ല കൗണ്ടർ ആർഗ്യുമെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത്തരം ചോദ്യങ്ങളും നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇത്തരം ചർച്ചകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നത്. ഇനി ഷാരോൺ ഗ്രീഷ്മ കേസുമായി കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: സ്ത്രീ സതി അനുഷ്ഠിക്കരുത് എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ പഴയ മറ്റേ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന സതി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരാളെ മാത്രം സ്നേഹിച്ച് അയാൾ മാത്രമാണ് ലോകം എന്ന് വിചാരിച്ച് അയാൾ ഒടുങ്ങുമ്പോൾ നമ്മൾ ഒടുങ്ങിപ്പോകുന്നത് പോലത്തെ ആ സതി അനുഷ്ഠിക്കരുത് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ട് ഒരാളിൽ ഒതുങ്ങരുത്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. നിങ്ങൾ ജീവിതത്തിൽ ആദ്യം ഒരാളെ പ്രേമിച്ചു, അയാളെ തന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. അങ്ങനെ വന്നത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് ആട്ടോ. പക്ഷേ ഒന്നിലധികം ആളുകളെ പരിചയപ്പെടുക, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുക. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രേമം മാത്രം എന്ന് പറഞ്ഞ് ഒതുക്കാതെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവുക, ഒന്നുകൂടി ഡിഫൈൻ ചെയ്യുക. നമ്മുടെ തന്നെ റിലേഷൻഷിപ്പുകളെ കുറേയും കൂടി വിശാലമായൊരു അർത്ഥത്തിൽ ഡിഫൈൻ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒത്തിരി കാമ്പുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ ഒരാളിൽ ഒതുങ്ങാൻ പോയി കഴിഞ്ഞാൽ അയാൾ പറയുന്നത് മാത്രമാണ് നമ്മുടെ ലോകം. നേരത്തെ പറഞ്ഞ പോലെ സതി അനുഷ്ഠിക്കലായി പോകുന്നത് അത് ആൺകുട്ടികൾക്കും ബാധകമാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആൺകുട്ടി അതിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നെനിക്ക് തോന്നി. സതി അനുഷ്ഠിക്കരുത് എന്നുള്ളതല്ലല്ലോ അവിടെ വരേണ്ട വാദം. ഒരാളിൽ ഒതുങ്ങി പ്രണയത്തെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് അന്തകാലത്ത് സ്ത്രീകൾ ചെയ്തിരുന്ന തെറ്റാണെങ്കിൽ അതേ തെറ്റ് തന്നെയാണ് പുരുഷൻ ചെയ്തിരുന്നത്. അവൻ്റെ സാഹചര്യങ്ങളും അത് തന്നെയായിരുന്നു. അവൻ ട്രെയിൻഡ് ആയിരുന്നത് അതുകൊണ്ടായിരുന്നു. അവന് ട്രെയിൻ ചെയ്യിച്ച ആരാ? അവൻ്റെ അമ്മയും അമ്മായിമാരും മറ്റേ പരിചയമുള്ള മറ്റു സ്ത്രീകളും അല്ലെങ്കിൽ അവനെ പ്രണയിച്ച പെൺകുട്ടിയും ഇവരൊക്കെ ചേർന്നുണ്ടാക്കി കൊടുത്ത ഐഡിയ ആണ് അവനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാളിൽ ഒതുങ്ങി ലോകം അതിൽ ഒടുങ്ങിപ്പോകുന്നതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറയുമ്പോൾ അത് സ്ത്രീയുടെ മാത്രം പ്രശ്നമാക്കി എങ്ങനെയാണ് മാഡം അത് പറയാൻ പറ്റും? അത് പുരുഷൻ്റെയും പ്രശ്നമല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ സതി അനുഷ്ഠിക്കരുത്, ഒരാളിൽ ഒതുങ്ങരുത് എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് പ്രണയത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ കുറ്റവാളിയായി തീരും എന്നുള്ള
ഒരു സെൻറ്റൻസ് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീഷ്മയുടെ കേസ് അതിലേക്ക് വരുന്നത്. ചിലപ്പോൾ കഷായമൊക്കെ കൊടുത്തെന്ന് വരും എന്ന് പറഞ്ഞ് ഒരു ചിരി ചിരിക്കുന്നുണ്ട്. ആ ചിരിയാണ് അവിടുത്തെ പ്രശ്നം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ആ പെൺകുട്ടി ഒരു കുറ്റവാളിയായി തീരാതിരിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാം തികഞ്ഞ കാമുകന്മാരായ പുരുഷന്മാർക്ക് എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ അത് ഒരുപാട് പുരുഷവിരോധം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലോകത്തൊരു കാമുകനും എല്ലാം തികഞ്ഞ കാമുകനല്ല. പക്ഷേ അവൻ പ്രകടിപ്പിക്കുന്നത് എന്താണോ അതാണ് എല്ലാം തികഞ്ഞ സ്നേഹം എന്ന് അവനെ ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അത് പുരുഷാധിപത്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് തന്നെയാണ്. അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാലേ നടക്കുള്ളൂ. പുരുഷൻ്റെ മറ്റ് ടോക്സിക് മാസ്കുലിനിറ്റി അള്ളി പിടിച്ചിരിക്കുകയും സ്ത്രീ എന്നാൽ ഞാൻ വിട്ടുവരുവരടാ ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ബലം പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹമാണ്. ഒരുമിച്ച് ഡിസ്കഷൻസ് ഉണ്ടാവണം, ഒരുമിച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാവണം അല്ലേ? ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ണൂരിലൊരു പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊല ചെയ്ത ഒരു പയ്യനുണ്ടായിരുന്നു. അന്ന് അവനെ ന്യായീകരിക്കാനും ആളുകളുണ്ടായിരുന്നു. അവളവനെ ചതിച്ചിട്ടല്ലേ, സ്നേഹത്തിൽ വഞ്ചന പാടില്ല, ആത്മാർത്ഥ പ്രണയത്തിൽ വഞ്ചന പാടില്ല എന്നൊക്കെയുള്ള സെൻറ്റൻസുകൾ അതിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കാറുണ്ട്. ഇതിലൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ആത്മാർത്ഥ പ്രണയം എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം ആത്മാർത്ഥത കൊണ്ടുവച്ചിട്ട് പിന്നെയാണ് പ്രണയം വരുന്നത്. പ്രണയം സത്യസന്ധമാണെങ്കിൽ അതിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ലെവൽ ഓഫ് ആത്മാർത്ഥത അതിൽ തന്നെ വന്നോളൂ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയിച്ച് കഴിഞ്ഞാൽ പിന്നെ കെട്ടിക്കോണം. ആ പ്രണയത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. കാരണം ആത്മാർത്ഥതയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഇത് എല്ലാ ആൾക്കാരുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. അന്ന് ആ പയ്യനെ ന്യായീകരിച്ച കൂട്ടത്തിൽ സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു. കാരണം ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്നൊരു ടാഗ് കൊണ്ട് വെച്ചിട്ട് അവിടെ നമ്മൾ ആത്മാർത്ഥതയ്ക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കും. പ്രണയത്തിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രണയം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ പരസ്പരം സമ്മതിച്ചിട്ടുള്ള നിങ്ങളും ഞാനും പ്രണയത്തിലാണ് എങ്കിൽ നമുക്ക് പരസ്പരം അറിയാവുന്ന ലെവൽ ഓഫ് ആത്മാർത്ഥത നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതിലെന്തെങ്കിലും ഒരു ചോർച്ച വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പ്രണയം അവിടെ അവസാനിക്കുകയാണ്. അല്ലെങ്കിൽ ആ പ്രണയം പഴയ പോലെ തുടരാൻ പറ്റില്ല. അന്നേരം നമ്മൾ മറ്റേ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത എടുത്ത് നടുക്കൊണ്ട് വെക്കുമ്പോഴാണ് ഇത് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. ഇത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ബാധിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഈ പറഞ്ഞ പോലെ കെ ആർ മീര തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ ഒരാളിൽ നമ്മുടെ ലോകം അവസാനിക്കുന്നതെന്ന് ചിന്തിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. വേറെയും ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ നമുക്കതിൽ പറയാനുണ്ട്. കുറച്ച് ആണുങ്ങൾ കൂടിയിരുന്ന്, അതായത് ആണുങ്ങൾക്ക് കൂടുതൽ ചർച്ച ചെയ്യാനും അവരുടെ ആശയങ്ങൾക്ക് കൂടുതൽ ശക്തി കിട്ടുന്നതുമായ, ഇപ്പോൾ നമ്മൾ കെ ആർ മീരയുടെ ഈ ഒരു ഡിസ്കഷൻ പാനലിൽ ആ ആൺകുട്ടി ഇരുന്നത് പോലെ ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ട് അവിടെ ചെന്നിരിക്കുകയും ആണുങ്ങളുടെ ചർച്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നൊരു സ്ഥലത്ത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രണയിച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഇൻവോൾവ് ആണ്. ആ സമയത്ത് ഒരു ചതി ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ സഹിക്കാൻ പറ്റുക? അപ്പോൾ ചിലപ്പോൾ കത്തിയൊക്കെ ഇന്ന് എടുത്തുനിന്ന് വരും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം സ്ത്രീവിരുദ്ധമായ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമോ അത്രത്തോളം പുരുഷവിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കഷായമൊക്കെ കൊടുത്തെന്നിരിക്കും എന്ന് പറയുന്ന ആ ഡയലോഗിനുള്ളിൽ വന്ന ചിരി. പക്ഷേ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ, ഇത് മടുത്തു എന്ന് പറഞ്ഞ് എക്സിറ്റ് ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് സാധിക്കാതെ വരുന്നു എന്ന് പറയുന്ന ആ സാഹചര്യം അത് നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടതാണ്. അവിടെ കഷായം കൊടുക്കലല്ല പ്രതിവിധി. ആ കാമുകനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതും അവൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അവനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടേണ്ടതുമായ ഒരു കാര്യം കത്തിയല്ല പ്രതിവിധി, അല്ലെങ്കിൽ ആസിഡ് അല്ല പ്രതിവിധി എന്നുമാണ്. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആസിഡ് ഒഴിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും കെ ആർ മീരയുടെ മുഖത്ത് ഈ ചിരിയുണ്ട്. ആ ചിരി വരുന്നത് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും മടുത്തുപോയ എന്ത് ഇവരീ കാണിക്കുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്തയുടെ പുറത്ത് വളരെ ലൈറ്റായി അതിനെ നോക്കിക്കണ്ടതായിരിക്കാം. പക്ഷേ ഇന്ന് കഷായം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വളരെ കോർ ഇമോഷനെ വളരെ ടച്ച് ചെയ്തിട്ടുള്ളൊരു കേസുമായി കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഒരു 4-5 വർഷം കഴിഞ്ഞ് ഇതേ സെൻറ്റൻസ് പറയുകയും ഇതേ ചിരി കൂട്ടിച്ചേർക്കുകയും ചെയ്ത് കെ ആർ മീര ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഡിസ്കഷൻ ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ പെൺകുട്ടി കുറ്റവാളിയാകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് കാമുകൻ്റെ ഉത്തരവാദിത്വം എന്നൊന്നുമില്ല. ഒരാൾ കുറ്റവാളിയാകുന്ന സാഹചര്യത്തിനെ ഒഴിവാക്കേണ്ടത് അയാൾ തന്നെയാണ്. അയാളെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ കുറ്റകൃത്യത്തിന് ഇരയായി ജീവൻ ഒടുങ്ങിപ്പോയ നരകയാതന അനുഭവിച്ച ആളുകളെ അവരെ ബ്ലെയിം ചെയ്യുന്നത് മഹാവൃത്തികേടാണ്. അത് നമ്മൾ വിക്ടിം ഷെയ്മിങ് എന്നൊക്കെ പറയില്ലേ, അത് റേപ്പ് കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതൽ പറയുക. പക്ഷേ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഇരയാക്കപ്പെട്ട ആൾക്ക് ലഭിക്കേണ്ട നീതിയുണ്ട്. അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് മാത്രം അതിനെ പറഞ്ഞു വെക്കുന്നത് അത് ശരിയല്ലല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അവിഹിതം കോണ്ടെക്സ്റ്റ് തന്നെ എടുത്ത് നോക്കാം. ഒരു ഭാര്യയും ഭർത്താവും സമാധാനമായിട്ട് പോകുന്നു എന്ന് ഭർത്താവ് വിചാരിക്കുന്നു. പക്ഷേ ഭാര്യ അസംതൃപ്തയാണ്. അവളുടെ സംസാര സ്വാതന്ത്ര്യം, അങ്ങനെ കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ കെ ആർ മീര പറഞ്ഞിരുന്നു. സംസാര സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അവൾ മറ്റിഷ്ടങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ള രീതിയിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു. ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം കട്ട് ചെയ്യപ്പെടുമ്പോൾ വിപ്ലവം ഉണ്ടാകുന്നത് പോലെ ദാമ്പത്യത്തിലും സംഭവിക്കുമെന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിൽ തന്നെ നോക്കിക്കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടുമ്പോൾ മനുഷ്യൻ സ്വാതന്ത്ര്യമുള്ളിടത്തേക്ക് പോകും. പക്ഷേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അവർ യാത്ര ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള റിലേഷൻഷിപ്പിൽ
പരസ്പര ധാരണയിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് വേദന ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സ്പേസ് വേണം. ഏത് റിലേഷൻഷിപ്പിലും ഒരു എക്സിറ്റ് പോയിന്റ് രണ്ടു പേർക്കും കാണാൻ സാധിക്കണം. സൗഹൃദമാണെങ്കിലും അതെ. എൻ്റെ സൗഹൃദം അവസാനിപ്പിച്ചു പോയാൽ അയാൾ അവസാനിക്കും. ഈ റിലേഷൻഷിപ്പിനപ്പുറം നിന്റെ മരണമാണ് എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തിക്കുന്നവനാണല്ലോ കുഴപ്പം. ഇവിടെ ഉള്ള കാര്യം പറഞ്ഞില്ലേ, നമുക്കിത് അവസാനിപ്പിച്ചൂടെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവസാനിപ്പിച്ച് രണ്ട് വ്യക്തികൾക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. നിങ്ങളോട് ആരും ഡിവോഴ്സ് ചെയ്യരുതെന്ന് പറഞ്ഞ് കൈക്കയറി പിടിക്കില്ല. അവിടെ കൊലയാണോ മാർഗം? ഇനി കഷായം കേസിൽ വിധിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആർഗ്യുമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ പെൺകുട്ടിയെ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള സാധ്യത, അവളുടെ കുറേ സ്വകാര്യ ചിത്രങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ ആ ഭീഷണിയെക്കുറിച്ച് സംസാരിക്കാനും അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടല്ലോ. മാസങ്ങളോളം ആഴ്ചകളോളം കാത്തിരുന്ന് ഒരു മരുന്ന് അയാൾക്ക് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് അയാൾ നരകയാതന അനുഭവിച്ച് മരിക്കണം എന്ന് പറയുന്ന ചിന്തയിലേക്ക് വരുമ്പോൾ അത് ക്രിമിനൽ മൈൻഡ് അല്ലേ? ഏറ്റവും അവസാനം ഒരു പയ്യൻ വന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിൽ ഭയങ്കര അഗ്രഷൻ ഉണ്ടായിരുന്നു. അവരുടെ സമയവും ഏകദേശം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം അയാൾ ചോദിക്കുകയും അത് അടുത്ത സെഷനിൽ പറയാമെന്ന് പറഞ്ഞ് കെ ആർ മീര എണീക്കുകയുമാണ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു വേദി അല്ല അത് എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. പക്ഷേ ഈ ഒരു വിഷയം ആ ചർച്ചയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? 40-ലും 30-ലും ഒക്കെയുള്ള എത്രയോ ആളുകളാണ് ഭാര്യമാരെ കൊല്ലുന്നത് എന്നൊക്കെയുള്ള കേസുകളെ കുറിച്ചൊക്കെ കെ ആർ മീര ചോദിക്കുന്നുണ്ട്. നമ്മളൊക്കെ അവിടെ ചെന്നിട്ട് ഒരു ദാമ്പത്യ ജീവിതം പുനിതമായ ഒന്നല്ലേ, അപ്പോൾ നിങ്ങൾ ഭർത്താവിന് ചതിക്കുകയാണെങ്കിൽ അയക്ക് നിങ്ങളെ കൊല്ലാനുള്ള അവകാശമില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയാണ് പ്രണയബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന കാമുകനെ വിഷം കൊടുത്ത് കൊല്ലുന്നത്. അവർ സംസാരിക്കണമായിരുന്നു. സംസാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ നിയമപാലകരുണ്ട്, ഇവിടെ ഒരു കോടതിയുണ്ട്, വ്യവസ്ഥിതിയുണ്ട്. മാത്രമല്ല ഈ ഒരു വിഷയത്തിന് ഇങ്ങനെ കണക്ട് ചെയ്ത് സംസാരിച്ച സമയത്തൊന്നും ഓഡിയൻസ് എല്ലാവരും സൈലൻ്റ് ആണ്. അതേ ഞാൻ പറഞ്ഞു, ആ എൻറ്റയർ ഓഡിയൻസ് അല്ലെങ്കിൽ അവിടെ വേദിയിൽ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാനിരുന്ന ആളുകളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു കോൺവെർസേഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ അതിന് ഉത്തരം പറയുകയാണ്. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാനും അതിനോടൊപ്പം തന്നെ ചിന്തിക്കാനും പറ്റുകയാണെങ്കിലാണ് എനിക്ക് നിങ്ങളോട് തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റുക. പക്ഷേ ഈ ബഹുമാന കൂടുതൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ചില ആൾക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആണല്ലേ എന്ന് പറഞ്ഞിരുന്ന് കേട്ടുപോകും. ഈ പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും വിവാഹ കരാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു 5 വർഷ കരാറായിരിക്കണം എന്നുള്ള രീതിയിൽ കെ ആർ മീര സംസാരിക്കുന്നുണ്ട്. ആ 5 വർഷം കഴിഞ്ഞ് ആദ്യം ഉള്ളതുപോലെയുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം 5 വർഷം കഴിഞ്ഞ് ഇത് പുതുക്കിയാൽ മതിയല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യം. അങ്ങനെ എഗ്രിമെൻറ്റ് വെക്കാനുള്ള പോസിബിലിറ്റീസ് അതൊക്കെ വേറെ പരിപാടിയാണ്. പക്ഷേ ഈ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം, ബഹുമാനം, പരസ്പരമുള്ള ഞാൻ അതിനെ ഉപയോഗിക്കുന്ന വാക്ക് കൊതി എന്നാണ്. എനിക്ക് ഒരാളോട് അയാളുടെ ഒപ്പം ജീവിക്കാൻ അല്ലെങ്കിൽ അയാളോടൊപ്പം ഒരു റിലേഷൻഷിപ്പിലായിരിക്കാൻ എനിക്കൊരു കൊതി ഉണ്ടാവണം. ആ കൊതി തിരിച്ചു ഉണ്ടാകുമ്പോഴാണല്ലോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കുക. ആ കൊതി വർഷങ്ങൾക്കപ്പുറവും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. ആ കൊതിയെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കുറഞ്ഞ് ഒരുപക്ഷെ വെറുപ്പോ അകൽച്ചയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ വളരെ നിർവികാരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാന്ന് പറയുന്നത് കുറച്ച് ഭീകരമാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഭീകര തടവറയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവിടെയാണ് കെ ആർ മീര നേരത്തെ പറഞ്ഞ സതി അനുഷ്ഠിക്കരുതെന്ന് പറയുന്ന സെന്റൻസ് കൂട്ടിച്ചേർക്കാൻ പറ്റുക. പിന്നെ ഈ സെൽഫ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. എനിക്ക് ആ ചോദ്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ചോദ്യത്തിന് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തു എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. സ്വയം ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഇന്ന് ഒരുപാട് ചർച്ച ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീലുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബുക്ക് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷെൽഫ് തന്നെയുണ്ട്, സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് 10-400 രൂപ കൊടുത്തൊരു പുസ്തകം വാങ്ങിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും ട്രെൻഡ്സും ഫോളോ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ഈ ഒരു ഇഷ്ടത്തിനെ കച്ചവടവൽക്കരിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ് ആ പെൺകുട്ടി ചോദിച്ചത്. എനിക്ക് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ തലമുറ അതിൻ്റെ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കെ ആർ മീര പറയുന്നുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഒരു മുതലാളിത്ത ഐഡിയയിൽ നമ്മളൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് സൊല്യൂഷൻ അല്ലല്ലോ, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്കുള്ളൊരു ചിന്ത അവിടെ കൊടുക്കുന്നില്ലല്ലോ. അത് തന്നെയാണല്ലോ പെൺകുട്ടി ചോദിച്ച ചോദ്യം. ഈ മുതലാളിത്ത വ്യവസ്ഥിതി നമ്മുടെയൊക്കെ മാറി മാറി വരുന്ന ഇഷ്ടങ്ങളെ ചിന്തകളെയൊക്കെ കച്ചവടവൽക്കരിക്കുന്നു എന്ന് പറയുന്ന കാര്യം ആ പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിലുണ്ട്. നമുക്ക് അടുത്തൊരു ചിന്ത അങ്ങനെ ഒന്നും ഉത്തരത്തിൽ വന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് അവിടെ വേദിയിലുണ്ടായിരുന്ന ആൺകുട്ടി ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ഞങ്ങളുടെ തലമുറയ്ക്ക് ഈ നിറം, ജാതി, മതം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എന്ന കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ തലമുറയിൽ ജാതി, മതവും നിറമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ എനിക്ക് ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ എൻറ്റയർ കോൺവെർസേഷനിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പുതിയ ജനറേഷനാണ്. അയ്യോ ഞങ്ങളൊക്കെ ഭയങ്കര അടിപൊളി, ഞങ്ങൾ നിങ്ങളെയൊക്കെ വായിച്ച് വളർന്നതല്ലേ, ഞങ്ങൾ സൂപ്പറല്ലേ, ഞങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇവരുടെ എൻറ്റയർ കോൺവെർസേഷനിലുണ്ടായിരുന്നു. ജാതി, മതവും നിറവും ഒന്നും നോക്കാതെ പരസ്പരം ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഡേറ്റിംഗ് ആപ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു ഡേറ്റിങ്ങിന് അപ്പുറത്തേക്ക് ഒരു പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് അത് കടക്കുമ്പോൾ അവിടെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട്.
ഞങ്ങളുടെ തലമുറ അതിൽ നിന്ന് മുക്തമാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ തന്ത വൈബ് എന്ന് പറയുന്നത് പോലെ ഒരു പിള്ള വൈബ് പരിപാടിയാണത്. ഞങ്ങളൊക്കെ അടിപൊളിയാണ്, ബാക്കി എല്ലാവരും പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ആളുകൾ സൂപ്പർ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. എനിക്ക് ആ ചോദ്യം വളരെ വികലമാണ് എന്നാണ് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ തലമുറ ഇത് നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുൻ തലമുറ ഇത് മാത്രം നോക്കിയാണോ? ജാതിയും മതവും നിറവും ഒന്നും നോക്കാതെ വിവാഹങ്ങൾ നടന്ന, ഒരുപാട് ഒരുമിച്ച് ജീവിക്കലുകൾ നടന്ന, അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾ മുൻ തലമുറകളിൽ നടന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പലതിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് രണ്ടുപേര് ലിവിനാണ്, അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല, അവർക്കൊരു കപ്പിളായിട്ട് താമസിക്കാൻ കേരളത്തിൽ ഒരു ഫ്ലാറ്റോ വീടോ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സ്ഥലം വേണം എന്ന് വിപ്ലവകരമായ തീരുമാനമെടുത്ത് മുന്നോട്ടിറങ്ങി ഫൈറ്റ് ചെയ്ത കുറേ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തിരസ്കരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. എൻ്റെ മുൻ ജനറേഷനെ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തും. അതിൽ ട്രൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, എനിക്ക് കുറ്റപ്പെടുത്താൻ ഒത്തിരി ഉണ്ട് അവിടെ. പക്ഷേ ആ തലമുറയിൽ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമില്ലല്ലോ. അതുപോലെ പുതിയ ജനറേഷനിൽ എല്ലാം അടിപൊളിയാണ് എന്നുമില്ലല്ലോ. ഇന്നും ഇവിടെ ജാതി തിരിച്ചുള്ള മാട്രിമോണി സൈറ്റുകളൊക്കെ വളരെ ശക്തമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ഈ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അച്ഛനമ്മമാർ മാത്രമല്ല, അവരും കൂടി ഉൾപ്പെടുന്നതാണ്. ഈ അടുത്ത് വിനീത് ശ്രീനിവാസൻ നായകനായ ഒരു സിനിമ കാണാൻ പോയിരിക്കുന്ന സമയത്ത് കറുത്ത പെൺകുട്ടിയെ ഇഷ്ടമല്ല എന്ന് പറയുന്നതും, കറുത്ത പെൺകുട്ടിയെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും കാണുമ്പോൾ പൊട്ടിച്ചിരിച്ച കൂട്ടത്തിൽ ഏറ്റവും പുതിയ തലമുറയിലെ ആളുകൾ വരെയുണ്ട്. ആ സിനിമ കണ്ട് കുടുകുടെ ചിരിച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന നിറം കുറഞ്ഞു പോയ കുഞ്ഞ് പെൺമനസ്സിനെ കാണാൻ പറ്റാതെ പോകുന്ന അപ്പനമ്മമാരാണ് നിറം കുറഞ്ഞതിൻ്റെ പേരിൽ ഒരു പയ്യൻ മാനസികമായി ബുദ്ധിമുട്ടിച്ചതിനെ തുടർന്ന് മരിച്ച പെൺകുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടെ ചെല്ലുന്നത്. ഇത് ആ ജനറേഷനിലുണ്ട്, ഈ ജനറേഷനിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളെല്ലാം തികഞ്ഞവരല്ല. പിന്നെ രസമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതായത് ഒരു ഇംഗ്ലീഷ് കൃതിയിൽ വായിച്ചത് എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന ഫീമെയിൽ ആങ്കർ ഒരു കോട്ട് പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും KR മീരയുടെ റെസ്പോൺസ് ഇങ്ങനെയാണ്: ഞാൻ മലയാളത്തിൽ എഴുതിയപ്പോൾ അത് മനസ്സിലായില്ല, പക്ഷേ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ പെൺകുട്ടിയുടെ സഡൻ റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു: KR മീരയെ വായിച്ചാൽ ആർക്കും വഴിതെറ്റാൻ പറ്റില്ല എന്ന്. അത്രയും നേരം ഉണ്ടായിരുന്ന ആ എൻറ്റയർ കോൺവെർസേഷൻ എടുത്ത് തലകീഴായിട്ട് മറയ്ക്കുന്ന പോലത്തെ ഒരു സെൻറ്റൻസ് ആയിരുന്നു അത്. നമ്മൾ ഈ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കിവിടെ ആരെയും ഫോളോ ചെയ്യാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതല്ലേ പ്രധാനം. അതായത് KR മീരയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വഴി തെറ്റാൻ പറ്റില്ല. സോ അവിടെ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അത് വഴിതെറ്റലല്ല എന്ന് പറയുന്നത്. ഇത് തന്നെയുള്ള സദാചാരവാദികളും പറയുന്നത്. വീട്ടുകാർ കാണിച്ചു തരും, ആ പയ്യനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുക, അങ്ങനെ പോയി കഴിഞ്ഞാൽ വഴി തെറ്റാൻ സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞു. ഇവിടെ KR മീരനെ ചൂണ്ടിക്കാണിച്ചിട്ടും പറയുന്നു KR മീരയെ വായിച്ചാൽ ആർക്കും വഴിതെറ്റാൻ പറ്റില്ല എന്ന്. നാളെ ഒരു കാലത്ത് KR മീര പറഞ്ഞതിനും അപ്പുറം എന്തെങ്കിലും സംഭവിക്കും. നമ്മൾ ഇന്ന് പാട്രിയാർക്കിയൽ സിസ്റ്റത്തിൻ്റെ എല്ലാ ഭാരങ്ങളും പേറുന്ന ഈ ജനറേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഉറച്ച ശബ്ദത്തോടെ, തുറന്ന ശബ്ദത്തോടെ സംസാരിക്കുന്ന സ്ത്രീകളെ ശ്രദ്ധിക്കുമ്പോൾ കുറേ നാളുകൾക്കപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കാം. അന്ന് KR മീര വരച്ചു വെച്ചിരിക്കുന്ന വഴികൾക്കും അപ്പുറം ജീവിക്കുന്ന മനുഷ്യരുണ്ടാവാം, അവരെ വിമർശിക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഒരാളെ വായിച്ചു എന്നുള്ളതുകൊണ്ട്, ഒരു കാര്യത്തെ മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ട് നമുക്ക് വഴിതെറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു ഒരു ഫാൻ പറയുന്ന ഡയലോഗാണ്. നമ്മൾ എല്ലാ കാലത്തും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണത്. നമ്മൾ ഒരാളെ ഇയാളാണ് സംഭവം, ഇതാണ് അടിപൊളി, അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ എന്ന് പറഞ്ഞ് ബ്ലൈൻഡായിട്ട് അങ്ങ് ഫോളോ ചെയ്യുകയാണ്. എല്ലാ ജനറേഷനിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തൂ, നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യൂ. KR മീരയെ വായിച്ചാൽ വഴിതെറ്റില്ല എന്നുള്ളതല്ല. KR മീര അടക്കം ലോക സാഹിത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുന്ന വിപ്ലവകരമായ എഴുത്തുകളെയും ആശയങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഞങ്ങളുടെ ജനറേഷന് ഞങ്ങൾ ഈ ജീവിക്കുന്ന കാലം അത്രയും ഒരു വഴിതെറ്റലുണ്ടായി എന്ന് ഫീൽ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ. ഞാൻ പറയും ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പറയണം എന്നുള്ളതല്ല, പക്ഷേ ഈ സെൻറ്റൻസിൽ ഒരു കുഴപ്പമുണ്ടെന്നുള്ളതാണ്. അത് അമിതമായ ഒരു ആരാധനയിൽ നിന്നുണ്ടാവുന്ന ഡയലോഗാണ്. എൻ്റെ ഒരു മാമനുണ്ടായിരുന്നു, പുള്ളി ഇതേപോലെ കടുത്ത മമ്മൂട്ടി ആരാധകനാണ്. അപ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ചെയ്തു വരും, ചിലപ്പോൾ ചില എടുത്താൽ പൊങ്ങാത്ത തീരുമാനങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എൻ്റെ പൊന്നു മനുഷ്യ ഇതൊന്നും നടക്കില്ല, നിങ്ങളൊന്ന് വിട്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അപകടമാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ഡയലോഗ് രാജാ സൊൽറത് താൻ ചെയ്തത് മട്ടും താ സൊൽവ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് പോയി പണി വാങ്ങിച്ചിട്ട് വരും. ഇത് മമ്മൂട്ടിയുടെ കുഴപ്പമല്ല, പക്ഷേ മമ്മൂട്ടി പറഞ്ഞ ഈ ഡയലോഗിനെ ഇയാൾ ഉൾക്കൊള്ളുന്നത് ഇങ്ങനെയാണ്. മമ്മൂട്ടി ഒരു സിനിമയിൽ ഒരു ഗുണ്ടയായിട്ട് നടന്ന അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹമൊന്നും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലാതെ പോയ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അങ്ങനെ പലതും പറയും, പക്ഷേ അമിതമായ ആരാധന കാരണം ആ ഡയലോഗ് എടുത്തു വെച്ചിട്ട് ജീവിതത്തിൽ അതങ്ങ് പ്രാക്ടിക്കലാക്കുക എന്ന് പറയുന്ന പോലെ KR മീരയുടെ പുസ്തകങ്ങളിലെ എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവർ പോളിഗാമിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. പോളിഗാമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ അത് എല്ലാവർക്കും കൊണ്ടു നടക്കാൻ എളുപ്പമല്ല എന്നുള്ളത്. ഒന്നിലധികം പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിൽ ഒതുങ്ങി ജീവിക്കാനായിരിക്കും ഇഷ്ടം, പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ചിന്താഗതി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അവരുടെ ഇഷ്ടം അങ്ങനെ ആയിരിക്കാം. പക്ഷേ
ഒരു പാർട്ട്ണറിൽ ഒതുങ്ങി ജീവിക്കാം എന്ന് ചിന്തിക്കുന്നയാൾ ഒരു പോളിഗാമി ആയിട്ടുള്ള ഒരാളുമായി ഒരു ബന്ധത്തിൽ തുടരുന്ന സമയത്ത് അയാൾക്ക് എത്ര കാലം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണെന്നുള്ളത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് തീരുമാനം എടുക്കാനും പറ്റണം. മറ്റൊരാളെ ദ്രോഹിക്കാത്തതും മറ്റൊരാൾക്ക് മാനസികമായോ ശാരീരികമായോ രാഷ്ട്രീയപരമായോ വൈകാരികമായോ മുറിപ്പാടുകൾ ഉണ്ടാക്കാത്തതുമായ ജീവിതം ആര് ജീവിക്കുന്നതിലും നമുക്ക് എതിർപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നതാണ്. യെസ്, അവരൊരു പോളിഗാമിയാണ്, പക്ഷേ എനിക്കത് പറ്റില്ല, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ജനിച്ച് ജീവിച്ച് വളർന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ബന്ധങ്ങൾ സുസ്ഥിരമായി തുടരുന്നതിന് ഞാൻ കണ്ടെത്തുന്ന കാരണങ്ങൾ ഇതൊക്കെ ചേർന്നിട്ടാണ് എൻ്റെ ഇഷ്ടങ്ങൾ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. മറ്റൊരാൾക്ക് നേരെ തിരിച്ചായിരിക്കും. അവരത് ആയിക്കോട്ടെ, അത് ഡയറക്റ്റ്ലി എന്നെ വന്ന് വേദനിപ്പിക്കുന്ന തരത്തിലാവാത്തിടത്തോളം അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ. ഒരു സമയത്ത് ഒരാളെ മാത്രം പ്രണയിക്കുക, എന്നിട്ട് പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്, അവിടെയൊക്കെ ഈ പറയുന്ന പ്രിഫറൻസുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒന്നിലധികം പാർട്ട്നേഴ്സ് ഒരേ സമയം ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾ ബന്ധപ്പെടുന്ന ഓരോ ആളുകൾക്കും ഓക്കെ ആയിരിക്കണം. അവർ ബന്ധപ്പെടുന്ന ഒരു പാർട്ട്ണർ മറ്റൊരാളുമായി ഒരു ബന്ധം ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇങ്ങനെയുണ്ടല്ലോ, നമുക്ക് ചർച്ച ചെയ്യാനും സംസാരിക്കാനും, ഞാൻ ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് എല്ലാം ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കണം, KR മീരയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് ഒരു നല്ല ചർച്ചയായിട്ട് മാറുന്നത്. ചിലപ്പോൾ ഞാൻ ഈ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഗംഭീരമായിട്ടുള്ള ഉത്തരങ്ങൾ KR മീരയുടെ കയ്യിലുണ്ടാവുകയാണെങ്കിൽ അതിനെ കേൾക്കാൻ ഞാനും തയ്യാറാണ്. ഞാൻ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുമ്പോഴാണ് ചർച്ചകൾ നന്നാവുക. അല്ലാതെ ഒരു ഫിഗറിനെ കൊണ്ടുവന്നിരുത്തി അവർ നിങ്ങൾ അയ്യോ നമ്മളൊക്കെ പിള്ളേർ നമ്മളൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരു ലെവലിൽ നിൽക്കുമ്പോൾ അവിടെ ചർച്ചകൾ ഉണ്ടാവുന്നില്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ഉണ്ടാവുന്നില്ല. എൻഡ് ഓഫ് ദി ഡേ ഇതിന് വലിയ കാര്യമൊന്നുമില്ല. അവർ എഴുതിയിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെ അവർ കുറച്ചുകൂടി വിശദമായി വന്നിരുന്ന് പറയുന്നു എന്നേ ഉള്ളൂ. സാഹിത്യരംഗത്ത് ഇത്രയധികം ആഘോഷിക്കപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു ചർച്ച എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി തീയുമ്പുകയും വേണമായിരുന്നു. കൂടുതൽ സ്ത്രീകളുണ്ടായിരുന്ന, സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ശക്തമായ സാന്നിധ്യമായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ സൈലൻ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ ചോദ്യങ്ങളെ ഒതുക്കി വെച്ചിട്ട് അയ്യോ നിങ്ങൾ സംസാരിച്ചു ഞാനിങ്ങനെ കേട്ടിരിക്കാം എന്ന് പറയുന്ന ഒരു ബോഡി ലാംഗ്വേജിൽ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് അത് ആക്ച്വലി കോഎക്സിസ്റ്റ് ചെയ്യേണ്ട ആളുകളാണ്. സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഇവിടെ കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഒരാളവിടെ അയ്യോ ഞാനിങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്ന ദാറ്റ്സ് നോട്ട് ഫെയർ. ആൻഡ് അത്രയാണ് ഈ വീഡിയോ വളരെ വലുതായിപ്പോയി എന്ന് എനിക്കറിയാം. ഒരു രസം, നമ്മളിടയ്ക്ക് ഇതുപോലെയൊക്കെ സംസാരിച്ചിരിക്കണ്ടേ, അങ്ങനെ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.